നമ്മൾ നേരെ ബംഗ്ലാദേശിലേക്കാണ് പോകുന്നത്. അവിടെ ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി വീണ്ടും അവരെ തിരിച്ചയക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. നിലവിൽ വിദേശകാര്യ മന്ത്രാലയം അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടിന് പിന്തുണ നൽകുന്നതായും BNP പറയുന്നു. അതേപോലെ തെരഞ്ഞെടുപ്പ് നടന്ന 299 സീറ്റുകളിൽ 212 നേടിയിരിക്കുന്നത് ഈ സഖ്യമാണ്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചെയ്യുന്നുണ്ട്. ഐസൻ, വെരി ഗുഡ് ഈവനിങ്. എന്തായാലും വീണ്ടും ഈ ഷെയ്ഖ് ഹസീനെ തിരിച്ചു കിട്ടണമെന്ന ആവശ്യം, തിരിച്ചയക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. എങ്ങനെയാണ് ഷെയ്ഖ് ഹസീന ഇതിനോട് പ്രതികരിക്കുന്നത്? എങ്ങനെയാകും ഭാരതം പ്രതികരിക്കുക? ഐസൻ. അശ്വതി, തീർച്ചയായും ഭാരതത്തിൻ്റെ പ്രതികരണം വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ നേരത്തെ തന്നെ വന്നതാണ്. S ജയശങ്കർ പറഞ്ഞത്, എത്ര കാലം ഭാരതത്തിൽ കഴിയാൻ അവർ താല്പര്യപ്പെടുന്നുവോ അത്രയും കാലം ഭാരതത്തിൽ കഴിയുക, അതിനുശേഷം അവർക്ക് എപ്പോഴാണ് പോകണമെന്ന് താല്പര്യപ്പെടുന്നത് അവർക്ക് പോകാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഭാരതത്തിൻ്റെ നിലപാട്. എത്ര കാലം അവരിവിടെ കഴിയാൻ ആഗ്രഹിക്കുന്നു അത്രയും കാലം ഒരു തടസ്സവുമില്ലാതെ കഴിയാനും അവരുടെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം തിരിച്ചു പോകാനുമുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്ന നിലപാടാണ് ഭാരതം സ്വീകരിച്ചിരിക്കുന്നത്. ഒരു നാടുകടത്തലിൻ്റെ അല്ലെങ്കിൽ തിരിച്ചയക്കലിൻ്റെ ഒരു നടപടി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിൽ നിന്നൊന്നും നിലവിലെ സാഹചര്യത്തിൽ യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാധ്യത തീരെയില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും നേരത്തെ നമുക്കറിയാവുന്നതാണ്, അവർക്ക് ഒരു വധശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കടുത്ത ശിക്ഷ വിധിച്ച ഒരു സാഹചര്യത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന ഒരു നിലപാട് തിരിച്ചു നിലപാടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു നിലപാട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അതിന് പിന്തുണ നൽകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, വലിയ ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും അവർക്ക് വധശിക്ഷ നൽകണമെന്നൊരാവശ്യം വരികയും എല്ലാം തന്നെ ചെയ്യുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തത്. അതിനുശേഷമാണ് അവരെ നാട് കടത്തണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിക്കില്ല എന്ന നിലപാട് കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാരതം എന്നതും ഒരു വസ്തുതയാണ്. ഒപ്പം തന്നെ ഐസൻ, മറ്റൊരു കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അപ്പോൾ അവർ അവിടെ കാണിച്ചുകൂട്ടുന്ന അക്രമങ്ങളോട് മുഖം തിരിക്കുകയാണ് അവിടുത്തെ ജനത ചെയ്തിരിക്കുന്നത്. അതുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച്. തീർച്ചയായും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പരിശോധിക്കുമ്പോൾ 212 സീറ്റുകൾ നേടിയാണ് അവിടെ ഇപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വിജയിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു വിജയം, ആ സഖ്യത്തിൻ്റെ വിജയം 299 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ തുടർച്ചയായി ഇത്തരത്തിൽ വലിയൊരു വിജയം നേടിയൊരു സാഹചര്യത്തിൽ, വലിയൊരു നേട്ടം തന്നെ നേടിയൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, അവിടെയുള്ള ഇസ്ലാമിക സ്വഭാവമുള്ള സംഘടനകളെ കൃത്യമായും സംഘടിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു സംഘടന തന്നെയായിരുന്നു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഇത്തരമൊരു നീക്കം സ്വാഭാവികമായും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നൊരു ആശങ്ക നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ തിരിച്ചു ലഭിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ജമാഅത്ത് പാർട്ടി എന്ന് പറയുന്ന സംവിധാനമാണ്. ആ സംവിധാനം തിരഞ്ഞെടുക്കപ്പെട്ടതിൽ പ്രധാനമായ ഒരു പ്രതിപക്ഷമായി നിലനിൽക്കുന്ന വിഭാഗമാണ്. ഈ പ്രതിപക്ഷമായി നിലനിൽക്കുന്ന വിഭാഗത്തിന് സ്വാഭാവികമായും ഒരു ഇസ്ലാമിക സ്വഭാവം, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ആ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഒരു ഭീകര സ്വഭാവമുണ്ട്. ആ ഭീകര സ്വഭാവമുള്ള സംഘടനകളെ സ്വാഭാവികമായും നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അത്തരത്തിൽ ഒരു സങ്കീർണ അവസ്ഥ അവിടെ നിലനിൽക്കുന്നു. വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഷെയ്ഖ് ഹസീനയെ തിരിച്ചയക്കണമെന്ന ആവശ്യം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ഐസനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.